നാസ ചരിത്രത്തിലെ ഏറ്റവും വലിയ റോക്കറ്റ് വിക്ഷേപണത്തിനൊരുങ്ങുന്നു. ഇവർക്കൊന്നും വേറൊരു പണിയുമില്ല. ജനങ്ങളെ പൈസ കത്തിക്കാനായിട്ട് എപ്പോഴും റോക്കറ്റ് ഉണ്ടാക്കി ഇതിങ്ങനെ ആകാശത്തേക്ക് വിടുക. ഇതിനെ കൊണ്ടൊക്കെ എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഈ പൈസ ഉണ്ടെങ്കിൽ പാവപ്പെട്ട പെൺകുട്ടികളെ കല്യാണത്ര നടത്താം, എത്ര റോഡ് ഉണ്ടാക്കാം, എത്ര സ്കൂൾ ഇവിടെ ഉണ്ടാക്കാം. ഈ വയലിലും കൽവട്ടുമ്പിലൊക്കെ കുത്തിരിക്കുമ്പോൾ ഈ റോക്കറ്റ് ഇങ്ങനെ പോന്ന കാണാം, ഒരു പുകമാതിരി. സത്യത്തിൽ ജനങ്ങളെ പൈസ പുകയാക്കി കളിയല്ലേ ഇവരൊക്കെ കൂടെ ചെയ്യുന്നത്. അൻ്റെമാതിരി കുറേ എണ്ണുണ്ട്. എന്ത് വികസന പ്രവർത്തനം കണ്ടാലും അതിനിങ്ങനെ എതിർത്തോണ്ടേ നിൽക്കും. എന്നിട്ട് ആ പൈസ എടുത്തിട്ട് പാവങ്ങൾക്ക് വീടുണ്ടാക്കുക, റോഡുണ്ടാക്കി കൊടുക്കാന്നൊക്കെ ഇങ്ങനെ പറയും. ഒരു വസ്തുട്ട് ചെയ്യൂല. എടാ ഈ റോക്കറ്റൊക്കെ വിടുന്നതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇപ്പം തൽക്കാലം നാസനെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട, അതുപോലെ എന്തേലും ചെയ്തോളൂ. 4 കൊല്ലമായി ഞാൻ എന്നോട് ആ റെസിഡൻസിലെ റോഡൊന്ന് കോൺക്രീറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. ഈ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരണം. ബഷീർ ഇനി പറയുന്നത് തയ്യൽ തായ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്ന കാര്യമല്ലേ? അങ്ങനെ മാറ്റിയിട്ട് 40 ചാക്ക് സിമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വീടിന്റെ പണി അങ്ങ് തുടങ്ങാം. അല്ല, റോഡിന്റെ പണി അങ്ങ് തുടങ്ങാം. ഒരു 50 ചാക്ക് സിമെന്റ് ഇറങ്ങിയത് കാണാതെ അതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്ന് ബഷീർ, എതിർ പാർട്ടിക്കാർ പറയുമ്പോൾ ഇനിയും ഇങ്ങനെ കൂടെ നിന്ന് പറയല്ലേ. 50 ചാക്ക് സിമെന്റ് ബംഗാളി മഴക്കാലത്ത് റോഡുമിൽ ഇറക്കി വെച്ചിട്ട് കട്ടപ്പിടിച്ചു പോയി. അതും ഇങ്ങനെ ഞാൻ കൊണ്ടുപോയി എന്നാ പറയുന്നത്. എന്തായാലും വീട് പണി പകുതി ആയതൊക്കെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. അത് പിന്നെ തീർക്കണ്ടേ, മഴക്കാലല്ലേ. എന്തിനാടെ ഇങ്ങനെ ആളെ പറ്റിച്ച് ജീവിക്കണത്? നിങ്ങൾ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞു, ഞാൻ ഓടി തളർന്നു വരിക. സ്പോർട്സിനോട് താല്പര്യമുള്ള ഒരുത്തനെങ്കിലും നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായല്ലോ. ഈ വർഷത്തെ കേരളോത്സവത്തിന് ഈ ക്ലബിനെ പ്രതിനിധീകരിച്ച് ഇനി എന്നെ പങ്കെടുക്കണം. സമ്മാനം ഉറപ്പാ അല്ലേ? ആ ഓട്ടത്തിന്റെ കാര്യമല്ല പറഞ്ഞ്. പിന്നെ ഇന്ന് രാവിലെ 8 മണിക്ക് പണിക്ക് ഇറങ്ങണ്ടോനാ ഞാൻ. 8:30 വരെ നായിന്നി ഓടിക്കുക. ആ ഈ ഓട്ടത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ കഥയും പറഞ്ഞിരുന്നോടി. ഇന്ന് രാവിലെ അങ്കനവാടി പോകുന്ന ഒരു കുട്ടീനെ നായി കടിച്ച്. ഗോപിയേട്ടൻ പാലും കൊണ്ടുപോകുമ്പോൾ ഗോപിയേട്ടനെ നായി മാന്തി. പിന്നെ തൊഴിലുറപ്പിന് പോകുന്ന പെണ്ണുങ്ങളെ നായി കടിച്ച് കൊന്ന്. ഇതിനൊക്കെ എന്തെങ്കിലും ഒരു പരിഹാരം കാണടോ മെമ്പറാൻ പറഞ്ഞ് കുത്തിരിക്കുന്നുണ്ടല്ലോ അവിടെ. എടോ ബഷീർ, ഈ നായ്ക്കൾ എന്താണ് ഇങ്ങനെ? അന്നോട് ഞാൻ കുറെ കാലമായില്ലേ പറയുന്നത് ഈ നായിന്റെ കാര്യത്തിൽ എന്തൊക്കെ ഒരു പരിഹാരം കാണണമെന്ന്. ഇമ്പാടിന്റെ മെമ്പർ ഞാനാണെങ്കിൽ ഈ പ്രശ്നത്തിന് ആ പരിഹാരം കണ്ടെത്തിയിരിക്കും. മതി നിങ്ങളെ ചർച്ചയൊക്കെ. ഉത്തരവാദിത്വം നിന്നേ ഒളിച്ചോടാൻ എല്ലാവർക്കും പറ്റും. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടിട്ട് മാത്രം മതി ഇനി ചർച്ചയൊക്കെ. അതിനൊക്കെ നമുക്ക് പരിഹാരം കാണാം. അതിനാണല്ലോ നമ്മളോട് കൂടിയത്. ബഹളം വയ്ക്കല്ലേ? സജിയോട്ടം പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ഒരു മാസമായാലും കളിക്കണേ എത്ര ആൾക്കാരെ നായോടെ കടിച്ചുരുത്തി മെമ്പർ അറിഞ്ഞിട്ട് എന്തിനു കുത്തിരിക്കങ്ങളെ. ഒരു ചുവന്ന വാലും പറഞ്ഞ നായ എന്നെ ഈ കോലത്തിലേക്ക് കണ്ടോ നെഞ്ചും കയ്യൊക്കെ. അയ്യോ, ഇവനെ നായ മാന്തിയോ? ഉറപ്പല്ലേ, നല്ല കടിയിട്ടുണ്ടാവും. അല്ലാണ്ട് ഇത്ര ആവേശം ഉണ്ടാവൂല. ആ നായ തന്നെയാണ് എന്നെ പായിപ്പിച്ച് തോട്ടി തള്ളിയിട്ട് ഞാൻ റേഷൻ പീടിയെ പോയി വരുന്നത്. നായ വിചാരിച്ചിട്ടുണ്ടാവും വേറെന്തോ ജീവിയാന്ന്. അതുകൊണ്ടാ കടിച്ച് കുടഞ്ഞു കളഞ്ഞ്. ഭർത്താവെന്ന് പറഞ്ഞു കുത്തിരിക്കുന്ന നായ്ക്കളെ പറ്റി എന്റെ അഭിപ്രായം പറയുന്നു. ഞാൻ അതിന് ഇവിടെയല്ല ഭർത്താവ്, ഒരേ ഞാൻ ഭാര്യയല്ലേ. സജിത മേഡത്തിന് എന്തോ പറയാനുണ്ട്, പറയും മേഡം. ഡോഗ്സിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്സും പൊടിമോളും നേഴ്സറിയിൽ പോവുകയായിരുന്നു. കുറച്ച് ഡോഗ്സ് വന്ന് അവരെ അറ്റാക്ക് ചെയ്തു. ദുഷ്ടനായ എൻ്റെ ഹസ് കുഞ്ഞിനെ വിട്ട് ഓടിക്കളഞ്ഞു. ഒരു ഫിഷ്മാൻ വന്നതുകൊണ്ട് കുഞ്ഞിന് അപകടമൊന്നും പറ്റിയില്ല. ബഷീർക്ക് അതിനൊരു പരിഹാരം നൽകണം. തീർച്ചയായും. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പട്ടിയെ കുറിച്ച് ഇത്ര വലിയ ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല. മേൽവിലാസം നോക്കി വീട്ടിൽ വന്ന് കടിച്ചോന്നും അല്ലല്ലോ. ആണോ? ഒരു പട്ടി ഒരാളെ കടിച്ചു എന്ന് വെച്ച് എല്ലാ പട്ടികളും ഒന്നിച്ച് അധിക്ഷേപിക്കുന്നത് ശരിയാണോ? മേനക എന്താ പറഞ്ഞ? പട്ടികളെ ഉപദ്രവിക്കരുതെന്ന്. നമ്മൾ പട്ടീനെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ പട്ടി നമ്മളെ ഉപദ്രവിക്കില്ല. കാരണം പട്ടി ഒരു വികാര ജീവിയാണ്. വികാര ജീവിയോ? അത് കന്നിമാസല്ലേ? അപ്പം അങ്ങനെ മാസമൊന്നും ഇല്ലാന്ന്. മെമ്പറെ, നമ്മളെ കട്ട് റോഡിന്റെ മുകളിലൊക്കെ കോഴീന്റെ വേസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട്. അത് നായ്ക്കൾ കടിച്ചു വലിച്ച് നടക്കണേ. അതിനൊരു പരിഹാരം ഉണ്ടാവണം. ഉണ്ണിയേട്ടാ, എന്താ പനെ? അങ്ങാടിയിൽ അറവുശാലയിലെ ചോര കുടിച്ച നായ എന്നെ കടിച്ച്. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണണം. 14ാം വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് ഈ ചർച്ചയിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നമ്മുടെ നാട്ടിൽ പട്ടികളുടെ ശല്യം വല്ലാതെ രൂക്ഷമായിട്ട് ഉണ്ടായിരിക്കുകയാണ്. ഇതിന് പരിഹാരം കാണണമെങ്കിൽ പട്ടിപിടുത്തക്കാരെ കൊണ്ടുവന്നേ മതിയാവും. എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ വാവാ സുരേഷിനെ വിളിച്ചാലോ? എടോ, വാവാ സുരേഷൊക്കെ പാമ്പ് പിടുത്തക്കാരനാ, പട്ടി പിടുത്തക്കാരനല്ല. അല്ല മെമ്പറെ, ഈ പട്ടിപിടുത്തക്കാരെയൊക്കെ കൊണ്ടുവരാൻ നല്ല ചെലവ് വരൂലേ? അത് നമ്മളൊക്കെ കൂടി കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. കടിച്ചു കീറാൻ കുതിച്ചു ചാടി എത്തുന്ന പേപ്പട്ടികളെ അവയുടെ മടകിൽ ചെന്ന് കണ്ടെത്തി കൊന്നില്ലാതാക്കാൻ അവതരിച്ച മഹാ അവതാരം. പല ഉന്നതന്മാരും ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത ആ മഹത് വ്യക്തിയെ
ഞാനൊന്ന് വിളിച്ചാ ഓടിയെത്തും. പേപ്പട്ടികളുടെ അന്തകൻ ദുപ്പട്ടരംഗൻ. ധീരതയോടെ നയിച്ചോളൂ. ദും ദും ദുപ്പട്ട. ധീരാ ധീരാ ദുപ്പട്ട. പടയുടെ പോരുബലം തരും തരും ജനം തേടി വരും. ദുപ്പട്ടയുടെ നായിന്റെ മണം പിടിക്കുന്നത്. നായിന്റെ മണം കിട്ടിയോ? അതല്ലടോ, ഇവിടെ എവിടെയോ വരിക്കച്ചക്ക പയറ്റിക്ക് നല്ല മണം. അതെ, പിന്നെ ഈ ഭ്രാന്തൻ നായ്ക്കള് പ്ലാവിന്റെ വീട്ടിലുണ്ടാവുക, അതൊന്നും ഇവരൊന്ന് വിവർത്തിച്ചതാ. ശരി, അല്ല നമ്മൾ എന്തിനാ വന്നതാ? നായിനെ പിടിക്കാനല്ലേ? അതെ കണ്ണ അട്ടിച്ചാൻ പിടിച്ചാണ്. സോറി. ഇങ്ങനെ തുറക്കി ഇങ്ങനെ അങ്ങോട്ടോട് തള്ളിക്കറി വരുന്ന നായ്ക്കൾ വന്ന് എന്ത് ചെയ്യും? നിങ്ങളെ വിളിച്ചാലാന്ന്. അപ്പൊ ഇവനോ? ഇവിടുത്തെ റെസിഡൻസിന്റെ പ്രസിഡന്റ് ആട്ടോ. പോലീസിലാ? എന്താ ചേട്ടാ? ഇത് ഞാൻ തൊള്ളിടും. എടോ പട്ടി പിടിക്കാൻ വന്നോ അല്ലെ സ്കാൻ ചെയ്യാൻ വന്നോ? എടോ, അത് പട്ടിപിടുത്തത്തിന്റെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെന്റാ മൂപ്പര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ബന്തെടുക്കാം. ബന്തെടുക്കാം. അവിടെ ഞാനും ദുപ്പട്ടേന്റെ കൂടെ നായിനെ പിടിക്കാൻ പോയിട്ടേ 150 നായ്ക്കളുടെ ലിസ്റ്റാണ് ദുപ്പട്ടേന്റെ കൊടുത്തത്. ഒരൊറ്റ രാത്രി കൊണ്ട് ഒരു പട്ടിയില്ലാത്ത ഗ്രാമമാക്കി മാറ്റി നമ്മളെ ദുപ്പട്ടേട്ടൻ. ഡാടാ അതൊന്നും കൂടെ പറയണ്ട. ഡൽഹി നഗരം നായ്ക്കളെ കോട്ടക്കൊത്തളം. ഇവിടെ ഒരു വാൽമുറിയ നായുണ്ട്, പുലിന്റെ ശൗര്യ, സൂക്ഷിച്ചാ നന്നാവും. ഇവനതിന്റെ കടിയിട്ടിയാ. പെട്ടെന്ന് വരട്ടോ. Go to kitchen. ഓക്കേ. എന്താ എങ്ങോട്ടാ തെങ്ങിന് കമ്പിടുന്ന ടീമായി? തെങ്ങിന് കമ്പിടുന്ന ടീമല്ലാത് പ്രശസ്ത നായപിടുത്തക്കാരൻ ദുപ്പഡ്ജി. തുപ്പൽജിയാ? തുപ്പല്ലാന്ന് മുഖത്ത് ദുപ്പഡ്ജി നായനെ പിടിക്കാൻ വന്ന ആൾക്കാരാ. അപ്പൊ ഞാൻ പറഞ്ഞാലും കേൾക്കൂല്ലേ? നിങ്ങൾ വരുന്നില്ല വരുന്നു. ദുപ്പടിക്ക് നമ്മളെ വാൽമുറി നായിന്റെ മണം കിട്ടിക്കുന്നത്. മൂപ്പരെ എന്നെ പിടിക്കാൻ പോയതാ. ഒപ്പം ഞാനും പോകുന്നുണ്ട്. ഇപ്പൊ ആരും ഒച്ച ഉണ്ടാക്കരുത് കേട്ടോ. നിങ്ങളെ പറഞ്ഞു ഒച്ച ഉണ്ടാക്കരുത്. ആ പൈസ വാങ്ങി ഒരാണ്ട് മുങ്ങോ? ദുപ്പഡ്ജി പോയിട്ടുണ്ട്, നായനെ പിടിച്ചേ വരൂ. പിടിച്ച് വലിച്ച് പുറത്തിടേ. ലക്ഷണം കേട്ടോ നായി നല്ല കനണ്ടോ. അല്ലാതെ ഇവിടെ നായിനെ പിടിക്കാൻ പോയിട്ട് എന്തിനായിട്ടാ വന്നത്? ഇതെന്താ കടൽ കൂന്തളോ? ഇതാരത്? മനുഷ്യനൊന്നും തൂറാൻ ശ്രമിക്കണോ നിങ്ങൾ? നിങ്ങൾ എന്താന്ന് ചെയ്യണത്? ആ പാവത്തിന് എന്താ പറ്റി? ആരാത് സമാധാനം പറയാ? എവിടുന്ന് കിട്ടണ കിമ്മാരി ഓരോ ചങ്ങായിമാരെ? ഒച്ചപ്പാടുണ്ടാക്കല്ലേ. ഇത് ദുപ്പടിച്ചിന്റെ ഡമ്മിട്ടൊരു പരീക്ഷണ.
ശരിക്കുള്ള നായിനെ പിടുത്തം വൈകുന്നേരം 6 മണിക്കാണ്. ഇത് ഡമ്മി പരീക്ഷണാണോ? ഇനി CBI സിനിമയിൽ കണ്ടില്ല? അതായത് അതുവരെ ദുപ്പടിച്ചിക്ക് ഒന്ന് വിശ്രമിക്കണല്ലോ. ബഷീർ എന്റെ വീട്ടിൽ കിടത്തിയാലോ? ഈ അല്ലേ കൊണ്ടുവന്ന് എൻ്റെ പുറകെ കിടത്തിക്കോ? അങ്ങ് AC ഇല്ലടോ. നമുക്ക് രാവിലെ കണ്ട ചേച്ചിന്റെ വീട്ടിൽ കിടന്നാലോ? ഇന്ത്യച്ചിന്റെ വീട്. മെമ്പറെ ഇത് വേറെ വൈകാട്ടാ പോണത്. കറക്റ്റ് പഠിക്കാൻ പോകുന്നത്. ദുപ്പടിച്ചിന്റെ കാര്യമല്ല നിങ്ങൾ വിഷമിക്കണ്ട. മൂപ്പർക്ക് നല്ല പിടിപാടില്ലല്ലേ, മൂപ്പരോടെയും കഴിഞ്ഞോളൂ. കമോൺ. നോക്കിയേക്കണം, ഇങ്ങോട്ട് പാടോ. നല്ല ആയുള്ള ഈ നടക്ക് തോർത്തുണ്ട് നേരെയാക്കിക്കടോ. അങ്ങോട്ട് മാറി നിൽക്ക് ബിജു. ഇനി ഒറ്റ ഒരുത്തനാ ഞാൻ നായ്പിടുത്തക്കാരനാക്കി. എനിക്ക് നായ പേടി നടക്ക് അറിഞ്ഞോ? എന്റെ ശ്രീജിത്തെ അനക്ക് പണിയില്ല എന്ന് പറഞ്ഞിട്ട് എടുത്ത പണിയല്ലേ നമ്മളിപ്പത്. 25,000 ഉറുപ്പ്യക്ക് പണി കരാറ്. 10,000 ഉറുപ്പ്യ അഡ്വാൻസ് തന്നാ 7,500 ഉറുപ്പ്യ എടുത്ത്. ബാക്കി 2,500 ഉള്ളു എനിക്ക്. 2,500 മതി. അതിനകത്ത് റിസ്ക് ഉണ്ട്. റിസ്ക് എവിടെന്നെങ്കിലും ഒരു ചൊക്കിളിപ്പെട്ടിനെ തല്ലി കൊന്നിട്ട് ബാക്കിയുള്ള പൈസയും കൂടി അടിച്ചെടുക്കണം മെമ്പറെ കയ്യിൽ നിന്ന്. 15,000. എടോ എനിക്ക് നായിനെ പിടിക്കാൻ നല്ല പണി. നായിനെ പിടിക്കാനല്ല പണിയാണ്. നായ വലിയ ഡേഞ്ചർ പണിയൊന്നുമല്ല. ഇതെന്റെ കൈത്തിലിടാ, ഒറ്റ വലി വലിക്കാം, ഇത്രേ ഉള്ളൂ. എന്റെ കയത്ത് കുടുക്കിട്ട് വലിക്കിട്ടോ ബിജോ. ഞാൻ പിന്നെ എന്തെങ്കിലും ഒരു പണി എടുക്കണ്ട നമുക്ക്. ഇതെല്ലാം കൂടി എനിക്ക് കുരിശായല്ലോ. കുരിശായാലും കിരിച്ചായാലും നടക്കാം അങ്ങോട്ട്. നീ ഒരു ഗുപ്താജിനെ കൊണ്ടുവന്നില്ലേ? എവിടെയല്ല അയാള്? ഉത്തംജി അല്ലാന്ന്, ദുപ്പട്ജി. ദുപ്പട്ജി എനക്ക് അത്യാവശ്യം ഒന്ന് കാണുന്നുണ്ട്. അയാൾ വരുന്നതിന് ഏറ്റവും കൂടുതൽ എതിർത്ത ആളുകളല്ലേ, പിന്നെന്തിനാ ഇപ്പൊ അയാളെ കാണുന്നത്? അർജന്റ് ആണോടോ? കാര്യമുള്ളതുകൊണ്ടല്ലേ പറയുന്നത്. അയാൾ റെസ്റ്റ് എടുക്കാണെന്ന്. അയാൾ വിശ്രമിച്ചിട്ട് അയാൾ വീട്ടിലൊന്നും കാണാൻ വേണ്ടി പറ. കാര്യമുണ്ട്. അല്ലടോ ഇയാളിപ്പോ എന്തിനാ ഓനെ കാണാൻ പറഞ്ഞത്? എടോ ഇതൊന്ന് അങ്ങോട്ട് നോക്ക്. വെറുതെ അല്ല കേട്ടോ അയാൾ നായൊരു വികാര ജീവിയാന്ന് പറഞ്ഞ്. അതന്നെ അയാൾ ഇത്ര പെട്ടെന്ന് നന്നായി പോയത്. അമ്മായിക്ക് നായക്ക് എടാ 6 മണി ആയല്ലോ. എവിടെ പോയടാ എന്റെ ദുപ്പടിജി? 6 മണിക്ക് വരും. എനിക്കിന്റെ ദുപ്പട്ജി 6 മണിക്ക് എത്തിയിരിക്കും. ഉറപ്പാണോ? ഉറപ്പാ. വരുന്നുണ്ട്. ദുപ്പടിച്ച് ഒരു വാക്ക് പറഞ്ഞ അത് വാക്കാ. 6 മണി എന്ന് പറഞ്ഞ 6 മണി. എത്ര നായ്ക്കളാ പിടിച്ച് കെട്ടിയ നോക്ക്. കൂട്ടത്തില വാൽമുറിയനുണ്ട്. ഒറ്റ ഒന്നിനെ കൊന്നില്ല കേട്ടോ. ഇതാരാ പഞ്ചായത്ത് മെമ്പർ? ഞാനാ. ഇവിടെ അനധികൃതമായിട്ട് പട്ടികളെ പിടിക്കുന്നുണ്ടെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാണ്. അതാരാ ചെയ്യുന്നത്? ദുപ്പട്ജി അദ്ദേഹത്തിൽ എക്സ്പെർട്ട് അല്ലേ? ഞാൻ ദുപ്പട്ടൻ, ഇത് വിക്രു. ഞാനാ മെയിന്. പട്ടികളെ പിടിക്കാനോ കൊല്ലാനോ പാടില്ല നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾക്ക് ആരാ നിങ്ങളുടെ അധികാരം തന്നത്? എന്താ അധികാരം സാറേ? ഇന്നലെ ഈ സ്കൂളിലത്തെ ഒരു കുട്ടീനെയാണ് നായി കടിച്ചു കൊന്നത്. ആ കുടുംബശ്രീയിലെ വിലാസിനേച്ചിനെ കടിച്ച് കീറി നായി. ആ ഗോപാലേട്ടനെ അതേപോലെ തന്നെ. എത്ര ആൾക്കാരെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് അറിയാം. ഇവിടെ മനുഷ്യന്റെ ജീവന് ഒരു വിലയില്ല. മൃഗങ്ങൾക്ക് വേണ്ടിയിട്ട് സംരക്ഷിക്കുക എങ്ങനെ നിയമങ്ങളും ആൾക്കാരും. എന്ത് നിയമാ സാറേ ഇതൊക്കെ? നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ നിയമം പാലിച്ചല്ലേ പറ്റുള്ളൂ. അല്ല സാറേ, ഞങ്ങൾ പിടിച്ച പട്ടികളൊക്കെ എന്താക്കണോ? ആ നിയമം കൂടി നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അത് തന്നെ. നിങ്ങൾ പിടിച്ച പട്ടികളുടെ മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണ്. അവറ്റകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ എല്ലാവരും അകത്ത് പോകും. അല്ലേ തന്നെ പട്ടിനാ കൂടുതൽ പട്ടികൾ കണ്ട് പോറ്റണ നടക്കുന്ന കാര്യ. ബിജു ഒന്നും കൊടുവാ. ആ പൈസ ബാക്കിയുള്ളത് ഗൂഗിൾ പേ ചെയ്യാന്ന് പറഞ്ഞേ മെമ്പർ. ഒരു പട്ടി പിടുത്തോ ഇനി ഈറ്റ ഊരാ കൊടുക്കാൻ എന്റെ അടുത്തേക്ക് വരരുത് കേട്ടോ. അല്ല ദുപ്പടിജി, ഇവക്ക് നാളെ വയനാട്ടിലേക്ക് പുലിനെ പിടിക്കാൻ പോണ്ടേ? അതിന്റെ അഡ്വാൻസ് മുഴുവൻ ഇങ്ങളെ വാങ്ങിയത്. അയ്യോ, ഇനി ആ പുലിക്കും ചെലവിന് കൊടുക്കണല്ലോ പഠിച്ചോനെ.